ഹായ്, നമസ്കാരം. പരിശീലനം, എന്ത് കാര്യത്തിനും പരിശീലനം അത്യാവശ്യമാണ് എന്നതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് നല്ലൊരു തയ്യാറെടുപ്പും നല്ലൊരു പരിശീലനവും ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും വിജയത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുപോലെ അതിന് നല്ലൊരു പരിശീലനം അത്യാവശ്യമാണ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആക്ഷൻ ആക്ടർ ഉണ്ട്, നമ്മുടെ നമുക്കൊക്കെ അറിയാവുന്ന ബ്രൂസ്ലി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. വാചകം ഇങ്ങനെയാണ്, അതായത് ഒരു അടവ് 1,00,000 പ്രാവശ്യം പരിശീലിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1,00,000 അടവ് പരിശീലിച്ച ആളെ എനിക്ക് ഭയമില്ല, പക്ഷേ ഒരടവ് 1,00,000 പ്രാവശ്യം പരിശീലിച്ചവരെ എനിക്ക് ഭയമാണ്. കാരണം ഒരു അടവ് 1,00,000 പ്രാവശ്യം അവർ പരിശീലിക്കുക എന്ന് പറയുമ്പോൾ അവരത്ര പെർഫെക്ഷൻ ആവുകയാണ് അതിൽ. ആ ഒരടവിൽ അവർക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് അവർക്ക് കിട്ടിയെന്നാണ് ബ്രൂസ്ലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പരിശീലനം ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതിന് ഒരു ചെറിയ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ ഗ്രാമത്തിൽ മരം വെട്ടി ഉപജീവനമാർഗം കണ്ടെത്തുന്ന ആളുകളാണ് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം. അപ്പോൾ ഇവർ കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ മരം വെട്ടാണ് ഇവരുടെ തൊഴിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാമത്തിലൊരു ഉത്സവമുണ്ട്, എല്ലാ കൊല്ലവും ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മരം വെട്ട് മത്സരം നടത്താറുണ്ട്. ഇതിൽ ഒരു മരം വെട്ട് മത്സരം ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഈ മരം വെട്ട് മത്സരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട 2 മരം വെട്ടുകാർ നയിക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അതിൽ ഈ 2 പേര് മാത്രമാണ് മരം വെട്ടുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണോ അവരാണ് മരം വെട്ടുന്നത്. അപ്പോൾ 2 സൈഡിൽ നിന്ന്, വലിയൊരു കാടാണ്, ആ കാടിൻ്റെ 2 സൈഡിൽ നിന്നാണ് മരം വെട്ടുകൾ നടത്തുന്നത്. ഒരു സൈഡിൽ ഒരു വിഭാഗം ആളുകൾ, അപ്പുറ സൈഡിൽ വേറെ വിഭാഗം. ഇതിൽ നിന്നും 2ൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ് അവരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആ മത്സരം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ഈ സൈഡിൽ വേറൊരു പ്രധാനപ്പെട്ട വ്യക്തി, അവർ രണ്ടുപേരെയാണ് മത്സരത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇവരിങ്ങനെ മരം വെട്ടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മരം വെട്ടുന്നത് ആരാണോ അവരാണ് ഈ മത്സരത്തിൽ വിജയിച്ച ആളായിട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ അങ്ങനെ സമയം കൊടുത്തു, ഈ മത്സരം ആരംഭിച്ചു, മരം വെട്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഈ വലതുഭാഗത്ത് നിൽക്കുന്ന ആള് മരം വെട്ടുന്നു, ഇടതുഭാഗത്ത് നിൽക്കുന്ന ആളും മരം വെട്ടുന്നു. ഇടതുഭാഗത്ത് നിൽക്കുന്ന ആള് കണ്ടിന്യൂസ് ആയിട്ട് മരം വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മരം വെട്ടിയിട്ടും അടുത്ത മരം വെട്ടി ഇങ്ങനെ വിടുക. എന്നാൽ വലതുഭാഗത്തുള്ള ആള് ഒരു മരം വെട്ടും, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്, മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് അടുത്ത മരം പിന്നെ പയ്യെ വെട്ടുകയാണ്. ഇങ്ങനെ ആള് പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, മരം വെട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ പറഞ്ഞ ഇടതുഭാഗത്തുള്ള ആള് സ്ഥിരമായിട്ട് നിരന്തരം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മത്സരത്തിന്റെ ആ സമയപരിധി ഏകദേശം അവസാനിച്ചു, വിസിലടിച്ചു, മത്സരം അവസാനിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എത്ര മരം വെട്ടി എന്നുള്ളത് ഇങ്ങനെ കൗണ്ട് ചെയ്തപ്പോൾ ഇതിൽ വലതുഭാഗത്ത് നിൽക്കുന്ന ആളാണ് ഇടതുഭാഗത്തുള്ള ആളേക്കാൾ കൂടുതൽ മരം വെട്ടിയിരിക്കുന്നത്. അപ്പോൾ സമ്മാനം അയാൾക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ സമ്മാനമൊക്കെ മേടിച്ച് നിൽക്കുമ്പോൾ ഇയാളോട് ഈ ഇടതുഭാഗത്ത് നിന്ന് ആൾ വന്ന് ചോദിക്കുകയാണ്, ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും നീ വെറുതെ വിശ്രമിക്കുന്നതാണല്ലോ കണ്ടത്, പക്ഷേ എന്നേക്കാൾ കൂടുതൽ മരം നിനക്ക് എങ്ങനെ വെട്ടാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്ന ഉത്തരം എങ്ങനെയാണ്, അതായത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം, അതായത് ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുകയാണെന്ന് നിനക്ക് തോന്നിയ ആ സമയത്ത് ഞാൻ എൻ്റെ കോടാലിയുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിശ്രമിക്കാന്ന് തോന്നിയ സമയത്ത് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഇയാളുടെ കോടാലിയുടെ മൂർച്ച ഇയാൾ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മൂർച്ച കൂട്ടിയ കോടാലി കൊണ്ട് 2ഓ 3ഓ വെട്ടുമ്പോഴേക്കും ഒരു മരം എന്ത് ചെയ്യും, മറിയും. ഇയാളിവിടെ നിരന്തരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മൂർച്ച നഷ്ടപ്പെടുകയാണ്. ഇത് മൂർച്ച കൂട്ടാനായിട്ട് ആളെന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ജീവിതത്തിൽ പരിശീലനം ആവശ്യമാണ്, അല്ലെങ്കിൽ മൂർച്ച കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലാണ് നമുക്ക് ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയിൽ നമ്മുടെ മേഖലയിൽ ശോഭിക്കാൻ കഴിയൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നിങ്ങൾ കാണണം. അതായത് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം. എന്താണ് അപ് ടു ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
നിലവിൽ നമുക്കുള്ള അറിവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ആ നിലവിലുള്ള അറിവിനെ ഒന്നുകൂടി പുതുക്കുക, പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതുക്കുക. അല്ലാണ്ട് നിലവിൽ എനിക്കിപ്പോൾ ഒരു കാര്യം അറിയാം, ആ കാര്യത്തിൽ ഇനി ഞാൻ ഒന്നും ചെയ്യാനില്ല, അത് തന്നെയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കാണ്ട് ആ ചെയ്യുന്ന കാര്യത്തിനെ കുറച്ചുകൂടി പെർഫെക്ഷനായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയും അതോടൊപ്പം പുതിയ കാര്യം പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ് ടു ഡേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് തൊഴിലായിക്കോട്ടെ, നിങ്ങൾക്ക് നിരന്തരമായിട്ട് നല്ലൊരു പരിശീലനം ആവശ്യമാണ്. അപ്പം അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാമോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക. നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പരിശീലനങ്ങൾ നിങ്ങൾക്ക് നേടാമോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക. കാരണം നമ്മൾ ചെയ്യുന്നതിൽ നമുക്കും എന്ത് ചെയ്യണം, ഒരു പരിപൂർണമായ പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതുകൊണ്ട് പരിശീലനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ ഇരിക്കുകയല്ലായിരുന്നു മരം വെട്ടുകാരൻ, കോടാലിയുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഒന്നാമതെത്താൻ കഴിയുകയുള്ളൂ.